ഇശലുകളുടെ സുൽത്താൻ എന്ന ഈ ഒരു ഷോയിലേക്ക് കാണാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. സർഗസംഗീതമായി സർവചൈതന്യമായി കലയുടെ കോവിലിൽ തിരിതെളിയുകയായി പാരിനു പൊൻപ്രഭയായി നേരിനു കൈവഴിയായി നോവിനു കരുതലുമായി ഹൃദയതാളവുമായി സർഗസംഗീതമായി സർവചൈതന്യമായി. പുലരി പൊന്നൊളി നാളങ്ങൾ ആതിരരാവിൻ താലങ്ങൾ അഴകുവിടർത്തി പുലരാനായി പുൽകാനായി കരുതി നിന്നോർക്കെല്ലാം ഹൃദയതാളത്തിലാ മൺചിരാതുകളായി എന്റെ അതിശയം അതല്ല. 19 കഴിഞ്ഞു തുടങ്ങിയ ഒരു കൊച്ചു പയ്യൻ മനോഹരമായ ഒരു പ്രേമകാവ്യം എഴുതുക, വിവാഹം പോലും കഴിക്കാത്ത പയ്യൻ, എന്നിട്ട് അതീ അടുക്കളയിലും ഉരൽപ്പുരയിലും അന്തഃപുരങ്ങളിലും നാട്ടിലുമൊക്കെ പാടി നടക്കുക. ഭാവനാശാലിയും ഭാവാഭിജ്ഞാനുമായ ഒരു കവിക്കല്ലാതെ ആർക്കാണ് അതിന് കഴിയുക? കണ്ടിട്ടറിവാനോ കണ്ണില്ലേ പൊട്ട, കാരുണോർ ചൊന്ന ചൊൽ കേട്ടില്ലേ പൊട്ട. കണ്ടിട്ടറിവാനോ കണ്ണില്ലേ പൊട്ട, കാരുണോർ ചൊന്ന ചൊൽ കേട്ടില്ലേ പൊട്ട. ഈ കൊല്ലുജന്നെ വാങ്ങില്ല, നമ്മളെ വാങ്ങ. പുതിയ പാട്ടൊന്ന് പാടിക്കൊടുക്കണ മോയും കുട്ടിയെ. ഞാൻ പാടാൻ പാപ്പ. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. നീയും താവക്കം കൊണ്ടാടി തുടങ്ങുന്നേ, വന്ന് ജനങ്ങളിലും അതിപന്തലുനൈപ്പെടൽ അവനോടു സഭതളിൽ അനുദിനം. മോയിനെ ഓ 4 ചോട് ബടക്കാക്കിയേ. മോയിനെ ഓന് മര്യാദക്ക് പാടാൻ അറിയാത്തോണ്ടാട്ടോ തെറ്റിപ്പോണത്. അയ്യടാ, പാടാൻ അറിയാത്തോണ്ടെന്നല്ല, കളിക്കാൻ അറിയാത്തോണ്ടെന്നെ. ഓ കളിച്ചാൻ ആള് ചങ്ങായിമാരെ നിങ്ങളൊന്ന് നിർത്തി. ഇങ്ങളാ ഈ മണിയറപ്പാട്ട് എഴുതിയേ? ആ അസലൈന് അയിന് അയിനൊന്നുമില്ല. മണിയറ കേറാത്ത നിങ്ങളെങ്ങനാ മണിയറപ്പാട്ട് എഴുതാ? തലുണ്ട്. അല്ലോയ്, അത്തിരി വലിയ തലയാ. തലേന്ന് വെച്ചാ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. ഇങ്ങളെ പാട്ട് കേട്ടപ്പോ മുതല് ഇങ്ങളോട് നിങ്ങളോട് വല്ലാത്തൊരിത്. ഇതെന്നുവെച്ചാ അതന്നെ ഇത് മുഹബത്ത്. മോയിനെ, എന്താ മോയിൻകുട്ടിക്ക് ഒരു കുറവ്? എന്താ ഒരു മൂകത?
അതുസ്താദേ, പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ മനസ്സ് ഇളകുന്നത് പോലെ സദാ ചിന്ത തന്നെ. എന്താണെങ്കിലും നിനക്ക് എന്നോട് പറയാം, എന്ത് രഹസ്യമാണെങ്കിലും. ഉസ്താദേ, ഈ മൊഹബത്ത് എന്നാൽ എന്താ? ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ മനുഷ്യ സ്നേഹം. എന്തിനാ മൊഹബത്ത്? ലോകത്തെ അറിയാൻ, പുതുതലമുറയ്ക്ക് വിരുന്നൊരുക്കാൻ, ആണിനും പെണ്ണിനും അടുത്തറിയാൻ. മോയിനെന്തെങ്കിലും മൊഹബത്തിൽ? ഓക്കിനോട് മൊഹബത്ത്. നിന്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെയൊക്കെ മൊഹബത്ത് ഉണ്ടാവോ? ഉണ്ടാവോന്ന് ചോദിച്ചാ മോയിൻ, നീ ഉസ്നുൽ ജമാലിന്റെയും ബദറുൽ മുനീറിന്റെയും കഥ കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ആ കഥ പറയാം. വരൂ, നമുക്ക് പുറത്തേക്ക് നടക്കാം. മകളാണ് ഹുസ്നുൽ ജമാൽ, പുന്നാരത്താളം മികந்த ബീവി, ഹേമങ്ങൾ മെത്തെ പണി ചിത്തിരം, ആഭരണക്കോവയണിந்த ബീവി. വിഷമിക്കാതെ രാജകുമാരി, എന്തായാലും മന്ത്രികുമാരൻ ഇപ്പോഴിങ്ങെത്തില്ലേ? എത്ര നേരമായി കുമാര, എന്താണ് വൈകിയത്? പുഴയിൽ നിന്ന് അടിയൊഴുക്ക് കൂടുതലാണ്. പ്രിയേ, നിന്നെ കാണാതെ ഒരുമിച്ചില്ലാതെ വയ്യ. ഹിന്ദു രാജ്യത്തിനും അപ്പുറം ഒരു ലോകമില്ലേ? കൊട്ടാരത്തിന് പിറകിലെ മട്ടുപ്പാവിൽ ഞാൻ കാത്തു നിൽക്കും. രാത്രിയുടെ 3 യാമത്തിൽ എത്തിയാൽ മതി. അപ്പോഴേക്കും എല്ലാവരും ഉറങ്ങും. ഹിന്ദു രാജ്യം ജയിക്കട്ടെ, അജ്മീർ തിളങ്ങട്ടെ. അങ്ങയോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നേ. പറയ്. അത് രഹസ്യമാണ് മന്ത്രി തമ്പുരാനെ. തമ്പുരാനെ, വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഈ ഉള്ളവൻ അത് കേട്ടു. ഇല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോയാനെ. കാര്യം പറയൂ. രാജകുമാരിയുമായി ഒളിച്ചോടാൻ തീരുമാനിച്ചത് രാജ്യദ്രോഹം തന്നെ. ഇത് ചതിയാണ്, കൊടും ചതി. കൊടും ചതി. നിന്റെ ജീവിതം കുറച്ചു കാലം ഈ കാരാഗ്രഹത്തിലാവട്ടെ. ആനേ മദനപ്പൂങ്കാനി തേനാളെ, ആടങ്കൽ ഭാഷിപ്പെട്ടാർ എന്നെ ഇന്നാളെ, ബാനപ്പൂരി ഹുസ്നുൽ ജമാലോടിപ്പോൽ, ബദറുൽ മുനീറുറ്റെ പായക്കമെപ്പോൾ. ഒരു കാര്യവുമില്ല. കുമാരി നാടുവിട്ട കഥ ഇപ്പോ ഹിന്ദു മുഴുവൻ പാട്ടായി കാണും. ഒളിച്ചോടിയ പെണ്ണിന് ഇനി എന്ത് ജീവിതം? രക്തങ്ങളുടെ തകരാറ് കണ്ടുപിടിച്ചാൽ രാജാവ് എന്ത് നൽകും? എന്ത് നൽകുന്നോ? 40 പട്ടണങ്ങളുടെ വിലയുള്ളതെന്തും രാജാവ് നൽകും. എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ ആരാ? എന്ത് രാജ്യത്തിലെ രത്നവ്യാപാരിയാണ്. എന്റെ ബീവിക്ക് രത്നങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. ഏറിയ കൂറും വെള്ളാരം കല്ലുകളാണ്. 8 കേടുകളും കാണുന്നുണ്ട്. ഈ ദിവ്യ തേജസ്സിനെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. തയ്യാറല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയി നിക്കാഹ് നടത്തും. പിടിച്ചുകൊണ്ട് പോകാനിങ്ങ് വന്നാൽ മതി. തല മണ്ണിൽ കടന്നുരുളും. പെണ്ണിന്റെ വാണിന്റെ മൂർച്ച അറിയും സുൽത്താൻമാർ. ജിന്നുകളുടെ രാജകുമാരനായ മുഷ്താഖ്, അവൻ ജമാലിനെ കണ്ട് മോഹിച്ച് അവളെ പൊക്കിയെടുത്ത് ആകാശത്തിലേക്ക് മറയുന്നു.
ആകാശത്ത് അവൾക്കായി അവൻ ഒരു കോട്ട കെട്ടി. മന്ത്രികുമാരന്റെ സൗന്ദര്യത്തിൽ മുഴുകിയ ഭൂതരാജകുമാരി അവനെ ഒരു കിളിയാക്കി കൂട്ടിലടച്ചു. ഹുസ്നുൽ ജമാലിനെ അളവറ്റ് സ്നേഹിക്കുന്ന ബദറുൽ മുനീറിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ മുഷ്താഖ് അവരെ ഒന്നിപ്പിക്കുന്നു. ഇത് സ്വപ്നമാണോ? സ്വപ്നമല്ല, സത്യം. നിങ്ങളുടെ സ്നേഹം മഹത്താണ്. അതുകൊണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി നിങ്ങളുടെ നിക്കാഹിനായി ഹിന്ദു രാജ്യത്തിലേക്ക് പോകാം. ആരോ ഇങ്ങോട്ട് അയക്കാരോ വരുന്നത്? അതെ, അമ്മതാ. ഈ ആത്തേക്ക് വയ്ക്കോ. നമ്മൾ ഈ ബട്ടച്ചമ്പാത്തേക്ക് കൊണ്ടുപോട്ടെ. കൊണ്ടുപോയിക്കോ. ഇവിടെ കരിയും കലക്കി കുത്തിരിക്കല്ലേ? ഇത് കരിയല്ലാന്ന് ലേഖയാണ്. എന്ത് മുസീബത്തായാലും വേണ്ടിയില്ല, നമ്മൾ അന്നോട് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നത്. അന്റെ മോന്റെ അവിടെ ഓനെ കണ്ട് വിളിക്കണോ? അന്റെ മോനെ കണ്ട് വിളിക്കാനാ പറഞ്ഞത്. ചിന്ന് കൂടിക്കണ കൂടിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അന്റെ മോനെ വിളിക്കണോ? ഓന അതാന്ന് വരുന്ന ഇവിടെ ഉണ്ടേനില്ലേ? അന്നോട് ചില കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാ നമ്മൾ ഇങ്ങോട്ട് മണ്ടിപ്പാഞ്ഞു വന്നത്. മോനെ, അന്റെ പാട്ടും കവിതയും ഒക്കെ നല്ല തന്നെയാ. പക്ഷേങ്കില് പെണ്ണുങ്ങള് പടപെട്ടുന്ന പാട്ട് ഇതണ്ട. അപ്പൊ നിങ്ങളും കേട്ടിക്കണില്ലേ ഹുസ്നുൽ ജമാലും ബദർ മുനീറും? കേട്ടിക്കിന്. അതുകൊണ്ടാണല്ലോ നമ്മള് ജുമായ്ക്ക് മുമ്പേ മണ്ടിപ്പാഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. അഹമ്മദ് ക, അതൊരു പേർഷ്യൻ കഥയാ, അല്ലാണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല. ഉണ്ടാക്കായിട്ടുള്ള ഈ കൊണ്ടോട്ടി ദേശം മുഴുവൻ പാടി അടക്കണ്. സകല പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ പാടാൻ തുടങ്ങിക്കണ്. ഞായിറ്റിങ്ങളെന്നാ പാടെടുക്കാന്നാ നമ്മളെ പേടി. അഹമ്മദ് ക, അത് പോയാ അവിടുന്ന്. ഉണ്ണേ, അന്നോടൊരു കാര്യം പറഞ്ഞാന്ന് വേണ്ട. അന്റെ മൊക്കോളത്തില് പാട്ടെഴുതിയ അത് അനക്ക് പാടാവും. നമ്മള് പോവുകയാണ്. മാറിക്കളാണ്ട് അന്റെ ഒരു അടുപ്പിലെ പാട്ടും കവിതയും ഇത് നമ്മളെ പെണ്ണുങ്ങളെന്നാ പാടിയെടുക്കാന്ന് പടച്ചോനിക്ക് അറിയുള്ളൂ. ഒരു മയത്തിലൊക്കെ ചോദിക്കണേ. പാത്തു, അനക്ക് നമ്മളൊരു പാട്ട് പാടി തരട്ടെ. അന്നെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയ പാട്ടാ. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. ചെല്ലുന്നു വണ്ടേ നീ മൂളുന്നതെന്ത്? ചെക്കിപ്പൂച്ചോലയിൽ കണ്ടൊരു മങ്ക, ചോളം പൊരിയൊന്നേ താളം പറഞ്ഞ്, വലിയ ചോലയിൽ മൂളുന്ന വണ്ടേ. പുതിയ പാട്ടായിരിക്കൂലേ? അസലായിക്കണ്. അതിലൊട്ടിയേ, അന്റെ ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും ഞമ്മളും കേട്ടിട്ടോ. അസലായിക്കണത്. പക്ഷെങ്കില് അതിലെ ചില സംഗതികളൊന്നും ഇവിടെ ചിലർക്കൊന്നും പിടിക്കണില്ലാന്ന്. എന്തിനാണ് അലാക്കുമല മുഖമത്തൊക്കെ പാട്ടാക്കണെന്നാണ് ഓര് ചോദിക്കുന്നത്. ഉളരിടയിലംലമും നാഖത്തേറി നടക്കുന്നേ, ഉമ്മുൽ ഖുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ. തെളിവർണ്ണ ബീ കമ്മത്തായ ആത്തിക്ക ഉമ്മത്താ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ കീർത്തി ഈ ലോകം മുഴുവൻ അറിയിച്ച മോയിൻകുട്ടിക്ക് നാടിന്റെ ആദരവിനായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അസ്സലാമലൈക്കും. മോയിന്റെ അടുത്ത കാവ്യം എന്താണെന്ന് അപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. ഇതിലും വലിയൊരു കാവ്യം എങ്ങനെയാ ഒരു മനുഷ്യനെ എഴുതാൻ കഴിയാ? ഞാൻ അധികം പറയുന്നില്ല. നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോയിൻകുട്ടീനെ ക്ഷണിക്കുകയാണ്. ക്ഷമിക്കണം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവർകളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. എല്ലാം
പരമകാരുണ്യവാനായ പടച്ച തമ്പുരാന്റെ കൃപ എന്നല്ലാണ്ട് ഞമ്മക്കൊന്നും പറയാനില്ല. അരുളി മറത്തെനമെ മൂണ്ടാം സഹബിലാറ്റൽ നബിതാൻ അരികർ അൻസാർകളെ സമൂഹം തനയകത്തിൽ ഖസ്ദാം. അരുളി മറത്തെനമെ മൂണ്ടാം സഹബിലാറ്റൽ നബിതാൻ അരികർ അൻസാർകളെ സമൂഹം തനയകത്തിൽ ഖസ്ദാം. അല്ല, ആരാത്? മോയിനോ? ഇതപ്പോ വന്ന് കുറച്ചായി, ഏതാണ്ട് 21 കൊല്ലം. 21 കൊല്ലം എന്നൊക്കെ പറയുമ്പോ ഒരു നിക്കാഹ് കഴിക്കാനുള്ള സമയമായല്ലോ മോയിനെ. ഓ, നമ്മൾ ഇപ്പം വന്ന അതിനല്ല. പിന്നെന്തിനാ ഇനി? മല്ലാക്കേ, നിങ്ങൾ ഇന്നാളൊരു ദിവസം നമുക്കൊരു കഥ പറഞ്ഞില്ലേനോ? അതെന്ത് കഥ? ഒരു ആലിമരക്കാരെയും പാറനമ്പിന്റെയും കഥ. ആ കഥ ഒന്ന് മുഴുവനും നമുക്ക് കേൾക്കണം. കുറുപ്പെന്താ ഈ വഴിക്കൊക്കെ? അങ്ങോട്ട് മാറി നിൽക്കുക വാഷളൻ. ഒരു കാര്യം ഉണർത്തിക്കാൻ വന്നതാണേ. കരമ്പിരിവുകാർക്ക് എന്തു ആവാന്ന് നമ്പി അങ്ങൊന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നേ? അലിമറക്കാറ് തോന്നിയാസം ഇങ്ങനെ കൂടി വരിക. ഇന്നലെ നമ്മളെ വാസാർക്ക് നേരെ മൂപ്പര് കത്തി വീശി. എന്നിട്ടെന്താ ഭഗവതിനെ കൃപയുണ്ട് പാഞ്ഞ് കഴിച്ചിലായി. ഒന്നങ്ങോട്ട് മാറി നിൽക്കുക വാഷളൻ. കരം വകയിൽ ഇനി 10 പറ നെല്ലൂടിയെ കൊടുക്കാനുള്ളൂ. അത് അടുത്ത കൊയ്ത്ത് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞായി തോന്നിയാസം. മാപ്രാരിങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാല് നമ്മളൊക്കെ നാട് വിട്ടു പോകേണ്ടി വരും. തമ്പുരാന് സലാം. കണ്ടില്ലേ കാൽമ കാലെടുത്ത് വെച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? തമ്പുരാനാന്ന വിചാരം. എത്രയുണ്ട്? 73 പണം. 73 പണം. ഇനിയും പലരും തരാനുണ്ട്. ചിലപ്പോ കടുത്ത പ്രയോഗം തന്നെ വേണ്ടി വരും. ആലിമറക്കാരുടെ കടുത്ത പ്രയോഗത്തിന്റെ കഥയൊക്കെ നാം അറിഞ്ഞു. പക്ഷേ ആ പ്രയോഗം നായന്മാരോട് വേണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കരം തരാതിരുന്നാൽ അത് മാപ്പിളയാണോ നായരെന്നോ മരക്കാരും നോക്കാറില്ല. കേട്ടില്ലേ? എന്തു വില കൊടുത്തും കരം വാങ്ങുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇന്നാട്ടില് മാപ്പിളാരെക്കാളും കൂടുതൽ കരം തരാനുള്ളത് നായന്മാര് തന്നെയാ. ഇല്ലാഞ്ഞിട്ടല്ല, തരാഞ്ഞിട്ട് തന്നെയാ. ദിവസം പറയുന്നോ? ഈ വാസുദേവൻ നായരുടെ കൈയൊടിച്ച കഥയൊക്കെ നാം അറിഞ്ഞു. ഇനിമേലാൽ നീ കരം പിരിക്കണ്ട. അതിന് ഞാൻ വേറെ ആളെ വെച്ചു. ഇത് നല്ല കൂത്ത്. കാലാകാലായിട്ടുള്ള കുടുംബവശം വേണ്ടെന്ന് വെക്കാൻ നിങ്ങളാര്? ഇന്നാട്ടില് കരം പിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മരക്കാര് തന്നെ ആയിരിക്കും. ഞാൻ ആരാണെന്ന് കാണിക്കാം. നാട്ടിൽ നിന്നും മുഴുവൻ മാപ്പിളമാരെയും ഓടിക്കാനും അവരുടെ പള്ളി പൊളിക്കാനും പാറനമ്പി പടനീക്കം തുടങ്ങി. എന്നാൽ ഏറെ നാട്ടിലെ മാപ്പിളമാർ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാമെന്നും പള്ളി പൊളിക്കരുത് എന്നും ദൂതൻ വഴി അപേക്ഷ അയച്ചു. പക്ഷേ നാട്ടിൽ നിന്നും പോകേണ്ടതില്ല എന്നായിരുന്നു പാറനമ്പി മറുപടി നൽകിയത്. അതൊരു ചതിയായിരുന്നു. പാറനമ്പിനോട് പടവെട്ടാൻ ഞാനുണ്ട് നിങ്ങളൊപ്പം. ഇങ്ങനായിട്ടല്ല, കുഞ്ഞാലിയായിട്ട്. എന്റെ ചെന്നൈ കുഞ്ഞ ഇച്ചെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഓക്കരെ വായുന്നോരെ പ്രാന്ത് മുഴുവൻ ആള് കുറവുള്ള വിശ്വാസത്തിൽ തീർക്കാൻ ന്യായമല്ല. അത് ന്യായമല്ല. എന്നാ പിടി. പുകയൊരു ഹലലവറികൾ ചെതിര് അധിക ഉദകം അത് നിലയനമേ നിലവായ പീരിലെ ഒരു സംശയം നിലവായി യശുദലം വിലൈ സുഷിയം. മോയിൻകുട്ടി വൈദ്യരൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ മനെ? നിങ്ങളെ മോനാണോ മൂപ്പര്? നിങ്ങൾ വന്ന കാര്യം പറയും. Your prime, Malappuram Patapati is banned.
under East India Company. നിങ്ങളെ മലപ്പുറം പടപ്പാട്ടെ ഈ നാട്ടിൽ നിരോധിച്ചിക്കണമെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാ. ഇനി ആ കിതാബ് ഈ നാട്ടിൽ വിൽക്കുകയോ വാങ്ങുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉത്തരവുണ്ട്. അറിയാനും പിടിക്കാനും നിൽക്കണ്ട. ഇവിടെയുള്ള കിതാബുകളായത് ചങ്കുറപ്പിന്റെയും സ്നേഹത്തിന്റെയും പാട്ടുകള് നിങ്ങൾ എത്ര തീയിലിട്ട് കരിച്ചാലും അത് ആളി പടരുക തന്നെ ചെയ്യും. ഏറെ നാട്ടിലെ വീരന്മാർ അത് പാടി പ്രചരിപ്പിക്കും. ഇൻസ്പെക്ടറെ, ഇങ്ങക്ക് അക്ഷരങ്ങളെ കത്തിക്കാൻ പറ്റൂ, പക്ഷെങ്കില് മനസ്സ് കത്തിക്കാൻ പറ്റൂല. ഏറനാട് മുഴുവൻ മലപ്പുറം പടപ്പാട്ട് മനപ്പാട്ടാക്കി പാടാൻ തുടങ്ങിക്കണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? ഇതൊക്കെ ഗവൺമെന്റിന്റെ ഓർഡറിലാന്ന്. ആരുടെ ഗവൺമെന്റ്? വരുത്തന്റെ ഗവൺമെന്റോ? പാടാ, ഓല് കൊണ്ടേ പുഴുങ്ങി തിന്നട്ടെ. ഈ ഇവിടെ കുത്തി അരുളി ബീടേ തരണം എന്റെ കരുണை മുത്താരേ, ഉയിർക്ക് ഇരുണമുറ്റോരേ, அமலை 10 ஷபர்பயத்தில் எனதை பெத்தோரே നോം. അല്ല, ഇതല്ലേ മോയിൻകുട്ടി വൈദ്യരെ പെരാ? ആ, കേറി വരി. ആ, വൈദ്യർക്ക് കോലോത്തുനിന്ന് ഒരു കുറിപ്പടി ഉണ്ട്. കുത്തിരിക്കി. അല്ല, ഇത് വായിച്ചിട്ടേ ഉടനെ മറുപടി തരാൻ പറഞ്ഞു. കുറിപ്പടി ഇങ്ങോട്ട് തരി. കേട്ടോ പാത്തു, ഞമ്മള് രാജാവിനെ പകയത്തി പാട്ട് എഴുതണമെന്ന്. കുറുപ്പേ, ഞമ്മക്കൊരൊറ്റ രാജാവേ ഉള്ളൂ, അത് ഇലാഹായ പടച്ച തമ്പുരാൻ. വൈദ്യര് കോലോത്ത് കലാപം ഉണ്ടാക്കണ്ട. പാട കൂട്ടി അവരിങ്ങോട്ട് വരും. പട കൂട്ടി വരുന്നവർക്ക് എഴുത്ത് നിർത്തിക്കാൻ കഴിയും, പക്ഷെങ്കില് എഴുതിക്കാൻ കഴിയില്ല കുറുപ്പേ. നാ കൊണ്ടു ചെന്ന് കൊടുക്കി. വൈദ്യര് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്, ഓർമ്മ വേണം. തല കുറച്ച് കത്തട്ട കുറുപ്പേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അനുഭവിക്കുമ്പോ അറിയും. പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാകില്ല. ഇന്നും ഓല് ചോദിക്കുന്നുണ്ട് അച്ചടിക്കാര്, എന്താ പുതിയതൊന്നും എഴുതാത്തേന്ന്. എന്ത് പറ്റിയടാണക്ക്? നമ്മൾ പുതിയതൊന്ന് എഴുതി തുടങ്ങി. ബാപ്പ ഇരിക്കി, നമ്മൾ വായിച്ചു തരാം. ഹിജ്റ, പുണ്യപുരുഷനായ റസൂലിന്റെ പുണ്യയാത്രയുടെ വിവരണം. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെയാ. അത് വായിക്കി, ബാപ്പൊന്ന് കേക്കട്ടെ. മുഴുവനായിട്ടൊന്നുമില്ല, എഴുതിയോർത്തോളം വായിക്കി. ആദി അഹദത്തു ബഹാഉസനാമിൽ കാർത്തച്ചതുരക്ഷര അല്ലിലാഹു വഹാഹുന അർഫായുലൈ സുൽത്താനുൽ അസ്മായ ബിസ്മില്ലാ. ആദി അഹദത്തു ബഹാഉസനാമിൽ കാർത്തച്ചതുരക്ഷര അല്ലിലാഹു വഹാഹുന അർഫായുലൈ സുൽത്താനുൽ അസ്മായ ബിസ്മില്ലാ. എന്താ പറ്റി? തലയൊക്കെ വെട്ടി പൊളിക്കാണ് വൈദ്യരേ. പേടിക്കാനൊന്നുമില്ല കേട്ടോ, ചെറിയ പനിക്കോളാ. പാത്തോ, ഞാൻ മരുന്നൊന്ന് പൊഞ്ഞു വിട്ടാളോ. ചക്കേ നോക്കി നടക്കട്ടോ, എന്തൊരു മഴയാ വൈദ്യരേ. കേറി കുത്തിരിക്കി. എന്തേ നീ ചതിച്ചല്ല വൈദ്യരേ, പനിച്ച് വേർക്കുന്നു, മേലാസകലം വേദന എടുക്കുന്നു വൈദ്യരേ. അയ്യോ, എന്താ പോലെ പറ്റിയേ? ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാ വൈദ്യരെ. ഛർദി ഉണ്ടാ? ഉണ്ട് വൈദ്യരെ, നിർത്താണ്ട് ഛർദിക്കല. കുഞ്ഞല്ലോ ആ ഛർദിന്റെ മരുന്ന് കൊണ്ടെടുത്തോട്ടോ. അവിടുന്ന് വായി. എന്താടാ, എന്താണ് ദീനോ? ഒന്നുമില്ല പപ്പ, 2 ദിവസമായിട്ട് ഉള്ളിലെന്തോ ഒരു പനിപ്പാണ്. നോക്കട്ടെ, നാവൊക്കെ കൈക്ക്. നമ്മൾ പോയാലും
നിങ്ങളൊരു കാര്യം ചെയ്തു തീർക്കണം. പാത്തോ, പെട്ടി ഒന്നെടുക്ക്. പാത്തോ, മൗത്തുവേളയിൽ മറതി വരുത്തരുതേ മൗലാലത്തീഫേ. മനസ്സിൽ കലിമാനെ അളവിൽ ചുരുക്കരുതേ. മൗത്തുവേളയിൽ മറതി വരുത്തരുതേ. മലക്കസ്ഥലം തന്നിൽ ഉദവിക്കെടുത്തരുതേ. പകുത്തും ഉയിർപ്പിരിവ് ഇടർച്ച വരുത്തരുതേ. മൗത്തുവേളയിൽ മൗലാലത്തീഫേ. 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 40-ാമത്തെ വയസ്സിൽ മഹാകവി അന്ത്യയാത്രയായെങ്കിലും കവിയുടെ ഇശലുകൾ ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നു.